ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് പാലക്കാട് പോവാണ് കേട്ടോ. സാധാരണ രീതിയിൽ വെക്കേഷൻ സമയത്തൊക്കെ പാലക്കാട് പോയി വരുമ്പോൾ 1-2 ദിവസമൊക്കെ അവിടെ നിൽക്കും, എന്നിട്ട് വരും. അല്ലെങ്കിലും കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് പോയിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പോയി അന്നത്തെ ദിവസം പോയി വരാൻ പറ്റില്ലല്ലോ. പോകുമ്പോൾ ഭയങ്കര വിഷമിക്കുന്ന ഒരാളാണ് ദേ ഇരിക്കുന്നത് കണ്ട. ഹണിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഈ ഫുഡും എല്ലാം കൊടുക്കുന്നതും മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാനാണ് ഇവളെ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാണ്ട് ഒരു മൂലക്കൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും, പറഞ്ഞ് ഒക്കെ ഇതായിട്ടാണ് പോകുന്നത്. എന്നിട്ടും ഞാൻ പോയ ശേഷം ഒന്നും കഴിക്കാണ്ടിരുന്ന് പിന്നെ മോളാണ് ഫുഡൊക്കെ എടുത്ത് വാരി കൊടുത്തിരിക്കുന്നത്. ഭയങ്കര വിഷമമാണ്. അങ്ങനെ മിണ്ടാതെ ഒരു മൂലയിൽ പോയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. എനിക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഒന്നാമത് നമുക്ക് ട്രെയിനിൽ കൊണ്ടുപോയി അവിടെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പട്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല എന്നില്ല, എന്നാലും പറഞ്ഞാണ് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. കൊച്ചിയിൽ നിന്ന് നേരെ സൗത്തിലേക്കാണ്. ഇപ്പം ഞാൻ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൗത്തിലേക്കാണ് പോകുന്നത്. രാവിലത്തെ ട്രെയിനിൽ ഒരു ദിവസമേ നിൽക്കുള്ളൂ കേട്ടോ. ഇന്ന് പോയി നാളെ നിന്നിട്ട് മറ്റന്നാൾ വരും. കൂടുതൽ ദിവസം എനിക്ക് നിൽക്കാൻ പറ്റാറില്ല. ഇവിടെ നമ്മൾ ഫുഡെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും കേട്ടോ. അമ്മയ്ക്കും അതുപോലെ തന്നെ ഹസ്ബൻഡും മക്കൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഒരു ദിവസത്തേക്കുള്ള ഫുഡെല്ലാം നമ്മൾ പോകുന്ന ദിവസം പിറ്റേ ദിവസത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ പോവുക കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഏകദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊക്കെ ലേറ്റായിപ്പോയി. ഉച്ചയ്ക്കാണ് ട്രെയിൻ ഒരുപാട് ലേറ്റായിട്ട് ഇറങ്ങിയത്. ട്രെയിൻ മിസ്സാവുന്നൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഓട്ടോ ഡ്രൈവർക്ക് കുറച്ച് സ്പീഡിൽ പോകാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. വന്നിട്ട് അപ്പോൾ അതേതാണ് നമ്മുടെ ട്രെയിൻ ഓൾറെഡി അവിടെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ പോയപ്പോൾ ഇനിയിപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ കയറിയിരുന്നു. കുഴപ്പമില്ല, അത്ര തിരക്ക് ഒക്കെ അധികം തിരക്കുമില്ല, എന്നാൽ ആവശ്യത്തിന് തിരക്കുണ്ട്. സുഖമായിട്ടിരുന്ന് പോയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് പാലക്കാട്ടേക്കും ആണ് ഇത് 2.5 മണിക്കൂർ എടുക്കും. മിനിമം എല്ലാ ട്രെയിനുകളും 2.5 മണിക്കൂറാണ്. മാക്സിമം 3-4 മണിക്കൂർ വരെയൊക്കെ ഓരോരോ ട്രെയിൻ ഡിപ്പെൻഡ് ചെയ്തിട്ടാവുമല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നല്ല പാലക്കാടൻ കാഴ്ചകൾ, പച്ചപ്പും എന്താ പറയുക പ്രകൃതി രമണീയമായ കാഴ്ചകളിലെ നെൽപ്പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. സത്യം പറഞ്ഞത് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ തന്നെ ജനിച്ച് വളർന്നതായതുകൊണ്ട് തന്നെ പച്ചപ്പും ഇതൊക്കെ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. ഒരു മനസ്സിനൊരു സന്തോഷമാണ് ഇങ്ങനെ ഉള്ള ഇതിൽ കാണുമ്പോഴും പോകുമ്പോഴൊക്കെ അല്ലേ നമുക്ക്. പിന്നെ നല്ല നമ്മുടെ വീട് പാലക്കാട് വീടെന്ന് പറയുമ്പോഴും ഇതുപോലെ പാടത്തിൻ്റെ അടുത്ത് തന്നെയാണ് വീടുള്ളത് കേട്ടോ. അപ്പം പിന്നെ ഞാൻ തിരിച്ച് വരുന്നതെന്ന് കാണിക്കുന്നത്. കാരണം അവിടെ പോയപ്പോൾ പിന്നെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ മൊബൈൽ ഫുള്ളായിട്ട് വീട് ഹാൻഡ് ബാഗിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോഴുള്ള ഹണിയുടെ റിയാക്ഷൻസ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇന്നത് മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയില്ല. ഇതാണ് ട്രെയിൻ കേട്ടോ. ഓരും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് കിടന്നിട്ടൊക്കെയാണ് ഞാൻ വന്നത്. ഒട്ടും തിരക്കില്ല, സുഖമായിരുന്നു വരാൻ. എന്നിരുന്നാലും നമുക്ക് കുറേ നേരം ട്രെയിനിലിരുന്ന് ആകുമ്പോൾ നമുക്ക് ഒരു മടുപ്പ് തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴുള്ള ഹണിയാണ് എന്നെ കാണുന്ന ഒരു ഇതാണ് ഹണി കാണിക്കുന്നത്. ഹണി ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വരുന്നുള്ളത്. ആകെ ഞെട്ടിപ്പോയിട്ട് എന്നെ എടുക്കാൻ വേണ്ടി മേലേക്ക് കയറി. അപ്പോൾ മക്കളെക്കാട്ടും മുന്നേ അവളാണ് ഫസ്റ്റ് ഓടി വരിക. അവൾ വന്നത് അവളുടെ എല്ലാ ഇതും കണ്ടോ നമ്മുടെ മേത്തിരുന്ന്. അത് കഴിഞ്ഞ് പിന്നെ എന്നെ മൊത്തത്തിലൊരു സ്കാനിങ് ഉണ്ട് അവളുടെ വക. മൊത്തം ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് എന്നെ മൊത്തം മണത്തൊന്ന് പരിശോധിച്ച ശേഷമൊക്കെ എന്നെ വിടത്തുള്ളൂ. ചില സമയം 2-3 ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ചെറുതായിട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ കണ്ണിക്കൂടെ ചെറുതായിട്ട് അവൾക്ക് വെള്ളം വരും കേട്ടോ. ഞാൻ നോട്ടീസ് ചെയ്തതിന് കുറേ നേരം എൻ്റെ അടുത്ത് വന്നിരിക്കും. ഇപ്പോൾ ഇതുണ്ട് എന്നെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഫുഡ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കഴിക്കും എന്നെ കണ്ടു കഴിഞ്ഞിട്ട്. എവിടെ ഞാൻ പോയാലും ഇവിടെ ടൗണിൽ പോയാൽ പോലും ഞാൻ വരുന്നവർ ഫുഡ് കഴിക്കാണ്ടിരിക്കും പാവം. ഇതേ കണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ താങ്ക് യു.